നമസ്കാരം. രാജ്യത്തെ ഗതാഗത നിയമങ്ങളിൽ വൻ അഴിച്ചുപണിയുമായി എത്തിയിരിക്കുകയാണ് കുവൈറ്റ്. ഗതാഗത നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലവിലുള്ള 1976 ഡിക്രി നിയമ നമ്പർ 67 വിവിധ വ്യവസ്ഥകളിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് 2025 ഡിക്രി നിയമ നമ്പർ 5 പുറപ്പെടുവിച്ചിരിക്കുകയാണ് കുവൈറ്റ് ഭരണകൂടം. പുതിയ നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 3 മാസത്തിന് ശേഷം പുതുക്കിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരും. വാഹന ലൈസൻസിംഗും സിവിൽ ലയബിലിറ്റി ഇൻഷുറൻസും സംബന്ധിച്ച നിയമവ്യവസ്ഥകളിൽ ഭേദഗതികളും വരുത്തിയിട്ടുണ്ട്. ലൈസൻസിന് അർഹതയുള്ള അനുവദനീയമായ വാഹനങ്ങളുടെ എണ്ണം, വാഹനം ഓടിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ, ഗതാഗത ലംഘനങ്ങൾക്കുള്ള പിഴകൾ എന്നിവ നിയമം വ്യക്തമാക്കുന്നുണ്ട്. ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങൾ, അമിതമായ പുക, അസുഖകരമായ ദുർഗന്ധം പുറപ്പെടുവിക്കുന്ന വാഹനം ഓടിക്കുന്നതിന് വിലക്കുണ്ട്. അപകടമുണ്ടാക്കിയ ശേഷം വാഹനം നിർത്താതെ ഓടിച്ചു പോകുന്നവർ നിയമപരമായ നടപടികൾക്ക് വിധേയരാകുന്നതാണ്. സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണ്. ഓരോ മോട്ടോർ വാഹനവും ട്രാഫിക് വകുപ്പ് അതോറിറ്റി നൽകുന്ന 2 നമ്പർ പ്ലേറ്റുകൾ പ്രദർശിപ്പിക്കണമെന്നുണ്ട്. പെർമിറ്റ് ലഭിക്കാതെ ഒരു വ്യക്തിക്കും വാഹനങ്ങൾ പഠിക്കാൻ പാടില്ല. ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച ആദ്യ വർഷത്തിനുള്ളിൽ 2 നിയമലംഘനങ്ങൾ നടത്തിയാൽ അത് താൽക്കാലികമായി റദ്ദാക്കപ്പെടുന്നതാണ്. അസാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ 3 മാസം വരെ തടവും 150 മുതൽ 300 ദിനാർ വരെ പിഴയും ലഭിക്കും. അപകട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്ന വാഹന ഡ്രൈവർക്ക് 3 മാസം വരെ തടവും 180 ദിനാറിൽ കുറയാത്ത പിഴയും ലഭിക്കുന്നതാണ്. അശ്രദ്ധമായി വാഹനം ഓടിച്ച് അപകടം വരുത്തുന്നവർക്ക് 1 വർഷത്തിൽ കൂടുതൽ തടവാണ് ശിക്ഷ. ബ്രേക്കില്ലാത്ത വാഹനം ഓടിച്ചാൽ 2 മാസം വരെ തടവും 200 ദിനാർ വരെ പിഴയും ലഭിക്കുന്നതാണ്. നടപ്പാതകളിലോ കാൽനടപ്പാതകളിലോ വാഹനം ഓടിക്കുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്താൽ 1 മാസം വരെ തടവും 100 ദിനാറിൽ കൂടാത്ത പിഴയുമാണ് ശിക്ഷ. ആവശ്യമായ ലൈറ്റുകൾ ഓണാകാതെ വാഹനം ഓടിച്ചാൽ 45 മുതൽ 75 ദിനാർ വരെ പിഴയും ഈടാക്കുന്നതാണ്.